സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. നിങ്ങൾ തമ്മിൽ ഓൾറെഡി കണ്ടുവിട്ട് തന്നെ എക്കണോമിക്സിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടൈം ഉണ്ടോ എന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് 2 പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വർക്കൗട്ട് ചെയ്യുന്ന രീതിയായിരിക്കും. ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫെമിലറൈസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകാം, പക്ഷേ അതിനൊരു കാര്യം പറയട്ടെ, എനിക്ക് പനി പിടിച്ച് ചെറുതായിട്ട് നല്ല മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകും എന്നുള്ളത് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സോറി ഫോർ ദാറ്റ് ഇൻകൺവീനിയൻസ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം തന്നെ നമ്മൾ അഗ്രികൾച്ചറിൻ്റെ കാര്യത്തിൽ പറയുമ്പം 2 മേജർ മെഷേഴ്സ് ഉണ്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളത്. അത് ലാൻഡ് റീഫോംസും അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനുമാണ്. ലാൻഡ് റീഫോമിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് to attain social justice through redistribution of land ownership to increase production and productivity. Scope of land reform പറയുന്നത് abolition of intermediaries, tenancy reforms, അതുപോലെ തന്നെ ഫിക്സിംഗ് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിങ്സ്. നെക്സ്റ്റ് ലാൻഡ് സീലിംഗ് എന്താണ്? ഈ ഒരു ടേം വളരെ നിങ്ങൾ എന്താ പറയുക, വൺ വേർഡിലൊക്കെ ചോദിക്കുന്നതാണ്. ഡാഷ് മീൻസ് ഫിക്സിംഗ് ദ മാക്സിമം സൈസ് ഓഫ് ലാൻഡ് വിച്ച് കുഡ് ബി ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. അത് ലാൻഡ് സീലിംഗ് ആണ്. അതുപോലെ നെക്സ്റ്റ് പറയുമ്പോൾ ഡിബേറ്റ് ഓവർ സബ്സിഡീസ്. ഇത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇതും ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സബ്സിഡി എന്തിനാണ്? ഇപ്പം ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി, അതായത് ഗ്രീൻ റവല്യൂഷൻ വന്നപ്പം മോഡേൺ ടെക്നോളജിയും അതുപോലെ തന്നെ HIV സീഡ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടെക്നോളജി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഫാമേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ, ട്രൈ ചെയ്യണമെങ്കിൽ അവർക്ക് സബ്സിഡി പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് സബ്സിഡി കൊണ്ടുവന്നത്. അതിന് ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റും അൺഫേവറബിൾ ആർഗ്യുമെൻറ്റും ഉണ്ട്. ഇപ്പോൾ സബ്സിഡി എന്ന് പറയുമ്പം സബ്സിഡി പ്രൊവൈഡ് ചെയ്താൽ ഗവൺമെൻറ് അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആയിരിക്കും. അതുപോലെ തന്നെ സബ്സിഡീസിൻ്റെ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ടും നമ്മൾ അവർ കൊടുക്കുന്ന ഒരു പുവർ ഫാമേഴ്സിനെ എയിം ചെയ്താണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ടും റിച്ച് ഫാമേഴ്സിന് കിട്ടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ ടെസ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡും അക്സെപ്റ്റഡും ആയിക്കഴിഞ്ഞാൽ പിന്നെ സബ്സിഡിയുടെ ആവശ്യമില്ല എന്നും കുറേ ആൾക്കാർ പറയുന്നു. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രീസ് ആണ് കൂടുതൽ ഈ സബ്സിഡീസ് കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് നേടിയതെന്ന് ഇങ്ങനെയുള്ളതൊക്കെയാണ് അൺഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്. ഫേവറബിൾ എന്ന് പറയുമ്പോൾ സബ്സിഡി ഉണ്ടെങ്കിൽ ഫാമേഴ്സിനെ സഹായിക്കും, കൂടുതൽ ആൾക്കാരെ അഗ്രികൾച്ചറിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അഗ്രികൾച്ചറിൻ്റെ ആ ഒരു സ്പ്രെഡ്, അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. റിസ്കി ബിസിനസ്സാണ് അഗ്രികൾച്ചർ എന്നൊരു ആ ഒരു ഫാക്റ്റിൽ നിന്നും കുറച്ചെങ്കിലും ഒരു റിഡക്ഷൻ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നെക്സ്റ്റ് പോകുമ്പോൾ അടുത്ത് പറയുന്നത് IPR ഓഫ് 1956. അത് എന്താണ്? ഫസ്റ്റ് കോംപ്രിഹെൻസീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഈ ഒരു റെസൊല്യൂഷൻ അനുസരിച്ച് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്നാണ് IPR ഓഫ് 1956 പറയുന്നത്. ഇതനുസരിച്ച് ഇൻഡസ്ട്രീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. Industries exclusively owned by the state, industries which are solely under the states, and the private sector was required only to supplement the efforts of the state. അപ്പോൾ ഒന്നാമത്തെന്ന് പറയുന്നത് സ്റ്റേറ്റ്, അതായത് ഗവൺമെൻറ് ആണ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഇൻഡസ്ട്രീൻ്റെ ടൈപ്പ്. സെക്കൻഡ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ തന്നെയാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പ്രൈവറ്റ് സെക്ടറാണ് കുറച്ചൊരു സപ്ലിമെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് റിമൈനിങ് ഇൻഡസ്ട്രീസ് ആൻഡ് ദേ വെയർ ടു ബി അണ്ടർ ദ പ്രൈവറ്റ് സെക്ടറിൻ്റെ കീഴിലുള്ളതാണ് റിമൈനിങ് ഇൻഡസ്ട്രീസ്. അടുത്ത സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വില്ലേജ് ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി, അല്ലെങ്കിൽ കാർവ് കമ്മിറ്റി. അതിൻ്റെ ഇയർ 1955 ആണ്. മാച്ച് ദ ഫോളോയിങ്, അതുപോലെ വൺ വേർഡ് തുടങ്ങിയതെല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ടേമിലാണ് നമ്മൾ ഇൻഡസ്ട്രീസിനെ സ്മോൾ സ്കെയിലായിട്ട് പറയുന്നത്. പണ്ട് ഇത് 5 ലക്ഷമായിരുന്നു എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ്. ഇപ്പോൾ അത് 1 കോടിയായിട്ട് കയറി. ആൻഡ് അതിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്? വാട്ട് ഡു യു മീൻ ബൈ, അല്ലെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വരുന്നുണ്ട്.
സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ കുറേ അധികം ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ റൂറൽ ഏരിയാസിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു, പിന്നെ എഫിഷ്യൻ്റ് ആണ് കാരണം ഈസിയർ ടു മാനേജ്, ദെൻ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇസ് ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ ആണ്, യൂസസ് എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി, പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. അടുത്ത ഡിസഡ്വാൻറ്റേജ് പറയുമ്പം ഫിസിക്കൽ ബർഡൻ ഓഫ് ദി ഗവൺമെൻറ്, കാരണം ഈ സബ്സിഡിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഫിസിക്കൽ ബർഡൻ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഹൈ ആണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ, അണേബിൾ ടു ജോയിൻ ദ എക്കണോമീസ് ഓഫ് സ്കെയിൽ, അതായത് ഈ കോമ്പറ്റീഷൻ ലെവലിലൊന്നും പറ്റുന്നില്ല. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ്, പവർ സപ്ലൈ ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുമ്പോൾ ജോബ്ലെസ് ഗ്രോത്ത് എന്താണ്, അതായത് Since 1990, employment growth rate started declining or increased only at marginal rate. അതായത് എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് റേറ്റ് ഒരു മാർജിനൽ റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തത്. ദ സെയിം ടൈം വി ക്യാൻ സി എ സ്റ്റീപ്പ് ഗ്രോത്ത് ഓഫ് GDP. പക്ഷേ ആ ഒരു സെയിം സമയത്ത് നമുക്ക് GDPയിൽ വളരെയധികം ഒരു ഇൻക്രീസ് നമുക്ക് കാണാം. So we can also find a widening gap between the growth of GDP and employment created. അതായത് GDP എത്രത്തോളം റൈസ് ചെയ്യുന്നു നമ്മൾ അത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കൂടുന്നു, പക്ഷേ അല്ലാതെ ഒരു വൈഡനിങ് ഗ്യാപ്പ് അവിടെ സൃഷ്ടിച്ചു. And this means that we have been able to produce more goods and services without generating employment. അതായത് വേണ്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ തന്നെ നമുക്ക് ഒരുപാടധികം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് ജോബ്ലെസ് ഗ്രോത്ത്, അതായത് തൊഴിൽ രഹിത വളർച്ച. We can find this phenomenon after the new economic policy. New economic policyക്ക് ശേഷമാണ് 1991 ശേഷമാണ് ഈ ഒരു ഫിനോമിനൻ കാണുന്നത്. ആൻഡ് സ്കോളേഴ്സ് കോൾ ദിസ് ഫിനോമിനൻ ആസ് ജോബ്ലെസ് ഗ്രോത്ത്. ഓക്കെ, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇതും വൺ വേർഡിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ വാട്ട് യു മീൻ ബൈ ജോബ്ലെസ് ഗ്രോത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം. അടുത്ത ഹെഡ് കൗണ്ട് റേഷ്യോ എന്താണ്, നമ്പർ ഓഫ് പുവർ ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. അതിനെ പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ എന്നും അറിയപ്പെടും. അടുത്ത കോസസ് ഓഫ് പോവർട്ടി, ഇത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ മാർച്ചിലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ മാർച്ച് 2023 ചോദിച്ചതാണ് പോവർട്ടിയുടെ കാരണങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും കണ്ട് പേടിക്കേണ്ട, ഇത്രയും നമ്മൾ വായിച്ചു വെച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും 4 ഓർമ്മ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എഴുതിയിരുന്നത്. ലാക്ക് ഓഫ് ഇൻകം ആൻഡ് അസറ്റ്സ്, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ഓവർ ഡിപ്പെൻഡ്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക, അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ലോ പ്രൊഡക്ടിവിറ്റി, ഇൻഡസ്ട്രിയൽ സെക്ടറിലെ സ്തംഭിത അവസ്ഥ, സ്റ്റാഗ്നേഷൻ, പോപ്പുലേഷൻ അതായത് ഈ ജനസംഖ്യ വളരെ വലുതായിട്ട് കൂടുന്ന അത്, പിന്നെ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, വെൽത്തിൻ്റെയും ഇൻകത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അൺഈക്വൽ ആയിട്ടുള്ള തുല്യതയില്ലാതുള്ള, അതായത് ചിലവർ ഭയങ്കര പണക്കാർ, ചിലർ ഭയങ്കര പാവപ്പെട്ടവർ. അപ്പോൾ ആ ഒരു അൺഈക്വാലിറ്റി അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റി ഉള്ളത് കാരണം പോവർട്ടി ഉണ്ടാകുന്നു. ഇൻഫ്രാസ്ട്രക്ചറിലെ ലെസ് ഗ്രോത്ത്, പിന്നെ അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, ട്രഡീഷണൽ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, അതൊക്കെ പോവർട്ടിക്ക് കാരണമാവുന്നു. ഹെൽത്ത് കെയർ സെക്ടറിലെ ബാക്ക്വേർഡ്നെസ്, എഡ്യൂക്കേഷനും ടെക്നിക്കൽ സ്കിൽസിൻ്റെയും ലാക്നെസ്, കുറവുകൾ. അപ്പോൾ അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോവർട്ടി, കുറേയധികം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. പോവർട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പോവർട്ടിയുടെ എസ്സേ. ഓക്കെ, അത് നിങ്ങൾ നോക്കി വെക്കുക, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിക്കുന്നത്, 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ് പോവർട്ടി ഇറാഡിക്കേഷൻ മെഷേഴ്സ്. അതുപോലെ തന്നെ വേറെ 8 മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് 3 ഡയമെൻഷണൽ അപ്രോച്ചാണ്. ഒന്ന് ഫുഡ് ഫോർ വർക്ക്, അതുപോലെ തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ്, വേജ്, വർക്ക്, എംപ്ലോയ്മെൻറ്റ്, അതൊക്കെ. അപ്പോൾ ആ 3 ഡയമെൻഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഈ പോവർട്ടിയുടെ ഇറാഡിക്കേഷൻ മെഷേഴ്സ് ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ അപ്രിഹെൻഷൻ, ഈ ഇത്രയും 3 ചോദ്യമാണ് പോവർട്ടിയുടെ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ വരുന്നത്. പോവർട്ടി ഇറാഡിക്കേഷൻ മെഷേഴ്സ് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ആയി, വർക്കൗട്ട് ആയില്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് പോവർട്ടിയും കാര്യങ്ങൾ. ഞാൻ പോവർട്ടി കണ്ടോടെ അതും കൂടെ പറഞ്ഞതാണ്, മിസ്സാക്കാതെ. അടുത്ത സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHG എന്താണ് എന്നത്. അപ്പോൾ അത് നമുക്കറിയാമല്ലേ. SHG സ്റ്റാർട്ടഡ് ഒഫീഷ്യലി ഇൻ 1992. ഇയർ നോക്കുക, 1992 ആണ്. 1992 അത് മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാംസ് ആണ്. ആൻഡ് പ്രൊമോട്ട് ദ ഹാബിറ്റ് ഓഫ് സേവിങ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൺ, അതൊക്കെയാണ് കാര്യങ്ങൾ. ജനശ്രീ മിഷനും കേരളത്തിലെ കുടുംബശ്രീ മിഷനും തമിഴ്നാട്ടിലെ ജനശ്രീ മിഷനും ഇതിന് എക്സാമ്പിളാണ്. അയൽക്കൂട്ടങ്ങളെന്നും ഇതിനെ അറിയപ്പെടും. 12 to 20 മെമ്പേഴ്സാണ് ലൊക്കാലിറ്റിയിലുള്ളത്. സ്മോൾ ഓർഗനൈസേഷനാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അടുത്ത ഹ്യൂമൻ ക്യാപിറ്റൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 5 മാർക്ക് അല്ലെങ്കിൽ 5 to
8 മാർക്ക് വെയിറ്റേജ് ഉള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഹ്യൂമൻ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ഇൻടാഞ്ചിബിൾ കളക്റ്റീവ് റിസോഴ്സസ് possessed by individuals that increase their productivity. Human capital refers to intangible resources, collective resources possessed by individuals that increase their productivity. It includes knowledge, skill, experience, etc. അതായത് ഹ്യൂമൻ ക്യാപിറ്റലാണ്. അതായത് നമ്മൾ ഈ ഹ്യൂമൻസിനെ എങ്ങനെ ക്യാപിറ്റലാക്കി മാറ്റാം? നമ്മളൊരു ഹ്യൂമൻ ക്യാപിറ്റലാണ് നമ്മൾ ഓരോരുത്തരും. അല്ല, നമ്മളെപ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത്? നമ്മളുടെ നേഷൻ, നമ്മൾ പഠിച്ച് ജോലി വാങ്ങി നമ്മുടെ നേഷന് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത്. ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, അവരെല്ലാം ഹ്യൂമൻ ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ ഡെഫിനിഷൻ നോക്കുക. ഹ്യൂമൻ ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ഇൻടാഞ്ചിബിൾ കളക്റ്റീവ് റിസോഴ്സസ് possessed by individual that increase their productivity. It includes knowledge, skill, experience, etc. ഇത് ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ സോഴ്സ് ഓഫ് ഫോർമേഷൻ ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. 5 എണ്ണമാണുള്ളത്. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷന് മെനി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ, ഇറ്റ് ഹെൽപ്സ് ആൻ ഇൻക്രീസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് ആൻ ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ്. ഇറ്റ് ഇൻക്രീസസ് സെൽഫ് എസ്റ്റീം, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി. സോ എഡ്യൂക്കേഷൻ ഇസ് വെരി ഗുഡ് ആൻഡ് വെൽ ആക്ടിവിറ്റി ആൻഡ് പ്രൊമോട്ട്സ് ഗ്രോത്ത് ആൻഡ് ഫാസ്റ്റർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ലൈക്ക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഹാസ് ഓൾസോ എ ബിയറിംഗ് ഓൺ ഇൻഡിവിജ്വൽസ് പ്രൊഡക്ടിവിറ്റി. ഹെൽത്ത് മേ ടേക്ക് ദ ഫോം ഓഫ് എക്സ്പെൻസ് ഓൺ പ്രിവെൻറ്റീവ് മെഡിസിൻ, വാക്സിനേഷൻ, ക്യൂറേറ്റീവ് മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഇൽനെസ്, സോഷ്യൽ മെഡിസിൻ, സ്പ്രെഡ് ഓഫ് ഹെൽത്ത് ലിറ്ററസി, പ്രൊവിഷൻ ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, പ്രൊവിഷൻ ഓഫ് പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം എഡ്യൂക്കേഷന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, അല്ലേ? പൈസ നമുക്ക് നമ്മൾ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാൽ സാലറി നമുക്ക് നല്ലോണം കിട്ടും, അല്ലേ? അപ്പോൾ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഇൻവെൻഷനും ഇന്നോവേഷനും സ്റ്റിമുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അതായത് അതിനെ വളർത്തിയെടുക്കുക, ആ ഒരു കഴിവുകളെ. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യും. നമുക്ക് നല്ല സാലറി ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിയും എല്ലാം മാറും. സ്റ്റൈൽ കൂടുതൽ വില കൂടിയ സാധനങ്ങളും ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസും നമ്മൾ വാങ്ങാൻ തുടങ്ങും. നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ കിട്ടി, അല്ലേ? അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നാലോ അതിന് വിലയിരുത്താനുള്ള ആ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച്, ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി മാറും. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും കൂടുതൽ. ലോകത്ത് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം തന്നെ യുദ്ധം വരുമ്പോൾ എന്താണ് നമ്മുടെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഫുള്ള് ഇടിയുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു പ്രാപ്തി എഡ്യൂക്കേഷൻ വഴി നമുക്ക് കിട്ടും. ഒരു സെൽഫ് എസ്റ്റീം, നമുക്ക് തന്നെ ഒരു ഡിഗ്നിറ്റി, വില വരും. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പഠിത്തമുള്ള ആൾക്ക് എവിടെ ആയാലും ഒരു വില തന്നെയാണ്. അതുപോലെ ന്യൂ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റേറ്റ്സ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും, ഫാസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കും. ഹെൽത്ത് എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ കൂടെ തന്നെ ഹെൽത്തും വളരെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കാര്യത്തിൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറയും വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് എന്ന് പറയല്ലേ. കാരണം ആരോഗ്യം എത്ര പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആരോഗ്യവും കൂടെ നല്ലതായിരിക്കണം, അല്ലേ? നമ്മൾ ആരോഗ്യവാനായിരിക്കണം. അപ്പോൾ ആ ഹെൽത്ത് സെക്ടറിൽ വരുമ്പോൾ കുറേ അധികം എക്സ്പെൻസസ് ഉണ്ടാവുന്നുണ്ട്. അതായത് വാക്സിനേഷൻ എടുക്കും, അല്ലേ? പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഉണ്ട്, ക്യൂറേറ്റീവ് മെഡിസിൻസ്, അതായത് ട്രീറ്റ്മെൻറ്റ്. നമ്മൾക്ക് പനി വരുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ്, ഇപ്പം എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. സോഷ്യൽ മെഡിസിൻ, അതായത് നമുക്ക് ഈ അവയർനെസ്സും കാര്യങ്ങളും ഒക്കെ. പ്രൊവിഷൻ ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ, അല്ലേ? ശുദ്ധജലത്തിൻ്റെ ആ ഒരു ലഭ്യത. പ്രൊവിഷൻ ഓഫ് പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ആ കാര്യങ്ങളൊക്കെ. അടുത്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. എംപ്ലോയീസ് സ്പെൻഡ് ലാർജ് എമൗണ്ട് ഓഫ് മണി ഫോർ ഗിവിങ് ഓൺ ദ ജോബ് ട്രെയിനിങ് ടു ദെയർ വർക്കേഴ്സിന് ഓൺ ദ ജോബ് ട്രെയിനിങ്, അതായത് ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട് എംപ്ലോയേഴ്സ്. അത് ഓൺ ദ ജോബ് ട്രെയിനിങ് 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന്, വർക്കേഴ്സ് മേ ബി ട്രെയിൻഡ് ഇൻ ദ ഫേം ഇറ്റ്സെൽഫ്, ആ ഒരു ഫേമിൽ തന്നെ ട്രെയിൻ ചെയ്യും.
ഏതെങ്കിലും ഒരു സ്കിൽഡ് അല്ലെ എക്സ്പീരിയൻസ്ഡ് വർക്കറിൻ്റെ സൂപ്പർവിഷനിൽ. അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞാൽ വർക്കേഴ്സ് മേ ഓൾസോ ബി സെൻഡ് ഔട്ട് ഫോർ ദ ട്രെയിനിങ്, വേറൊരു സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് അയക്കും. ഈ ബോത്ത് കേസസിലും ഫേം മണി സ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം എന്തിനാണ്? അവരുടെ ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്ത മൈഗ്രേഷനാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ റീസൺ ഫോർ മൈഗ്രേഷൻ. ഈ തൊഴിലില്ലായ്മയാണല്ലേ നമുക്കറിയാവുന്ന എല്ലാവരും വെളി രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ അതാ. ഇവിടെ ഒന്നും തൊഴിലില്ല, ഇവിടെ നിന്നിട്ട് ഈ നാട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയല്ലേ എല്ലാവരും. കാരണം എന്താണ്? തൊഴിലില്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ റീസൺ ഫോർ മൈഗ്രേഷൻ. ദ പീപ്പിൾ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ്, ഫെച്ച് ദം ഹയർ സാലറീസ് ദെൻ വാട്ട് ദേ ഗെറ്റ് ഇൻ നേറ്റീവ് പ്ലേസസ്. അവരുടെ നേറ്റീവ് പ്ലേസസിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി പ്രതീക്ഷിച്ചാണ് അവർ വേറെ സ്ഥലത്തോട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. Migration involves high cost of living and high cost of transport, but they will get higher earnings in the new place. Okay, നമ്മളൊരു 10 ലക്ഷം ഒക്കെ ചിലവാക്കി വെളിരാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും നമുക്ക് കൂടുതൽ ഏർണിംഗ് കിട്ടുന്നത്. കുറച്ച് കാശ് മുടക്കി വെളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഏർണിങ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും പോകുന്നത്. So hence migration is also considered as a source of human capital formation. അടുത്താണ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ഇസ് നെസസറി ഫോർ അക്വയറിങ് എ ജോബ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇൻഫോർമേഷൻ എപ്പോഴും വൈറ്റലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ജോബ് ആയാലും ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന കാര്യത്തിലായാലും. ഇൻഫർമേഷൻ ഹെൽപ്സ് ടു മേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ഫോർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് അക്വേർഡ് ഹ്യൂമൻ ക്യാപിറ്റൽ സ്റ്റോക്ക്. Expenditure acquired for information is also a source of human capital formation. Okay, human capital formation വേണ്ടി ചെലവാക്കുന്ന പണത്തിൻ്റെ മൂല്യം എത്ര ആയിരിക്കണം എന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. സോ അറിവുണ്ടാകുക എന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇൻഫോർമേഷൻ. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ, അടുത്ത ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫോർമേഷൻ. സോ ഇതൊക്കെയാണ് ഈ 5 പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പഠിച്ചെടുക്കുക, എങ്ങനെയായാലും മറക്കല്ല്. അടുത്ത ഓർഗാനിക് ഫാമിംഗ് ആണ്. ഇത് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത്. ഓർഗാനിക് ഫാമിംഗ് ഇസ് എ ഹോൾ സിസ്റ്റം ഓഫ് ഫാമിംഗ് ദാറ്റ് റീസ്റ്റോർസ്, മെയിൻറ്റെയിൻ ആൻഡ് എൻഹാൻസസ് ദ ഇക്കോളജിക്കൽ ബാലൻസ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ എക്കോ ഫ്രണ്ട്ലി ടെക്നോളജി ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് പെസ്റ്റിസൈഡ് ഫ്രീ പ്രൊഡക്റ്റ് ആയിരിക്കും, പെസ്റ്റിസൈഡ് ഇല്ല. ഓക്കെ, അതുപോലെ ഓർഗാനിക് ഫുഡ് പ്രൊഡക്റ്റിന് ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ആയിരിക്കും, ഹ്യൂജ് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. അല്ലേ, നമുക്ക് ജൈവ പച്ചക്കറി എല്ലാവരും പറയല്ലോ, അത് നാടൻ ആണ് പച്ചക്കറി എന്ന് പറയുമ്പോൾ വില കൂടുതലായിരിക്കും. ആ ഒരു ഇതുണ്ട് അല്ലേ. പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, ഓർഗാനിക് ഫുഡാണ്, ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ആയിരിക്കും, ഹ്യൂജ് ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, സസ്റ്റൈനബിൾ ആണ്. സോ ഇത്രയാണ് ബെനിഫിറ്റ്സ്. അടുത്ത ലിമിറ്റേഷൻസ് അല്ലെ ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈൽഡ് ഫ്രം ഓർഗാനിക് ഫാമിംഗ് ആർ ലെസ്. ഫോർ എക്സാമ്പിൾ ബ്രോയിലർ ചിക്കനും നാടൻ കോഴിയും തമ്മിലുള്ള വ്യത്യാസം. നാടൻ കോഴി ഫുൾ എല്ലായിരിക്കും അല്ലേ, അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങിൽ ഈൽഡ് വളരെ കുറവായിരിക്കും. ഓർഗാനിക് പ്രൊഡക്ട്സ് മേ ഓൾസോ ഹാവ് എ ഷോർട്ടർ ലൈഫ് ആൻഡ് ദേ ഡിക്കേസ് ക്വിക്ക്ലി. ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ പെട്ടെന്ന് ചീത്തയാവും. മറ്റേത് സ്പ്രേ ഒക്കെ അടിച്ചാൽ ദിവസങ്ങളോ ആഴ്ച മാസത്തോളം വേണമെങ്കിൽ ഇരുന്നോളും. പക്ഷേ അല്ലാത്ത സ്പ്രേയോ പെസ്റ്റിസൈഡോ ഒന്നും യൂസ് ചെയ്യാത്തതാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. അതൊരു ലിമിറ്റേഷനാണ്. ഇന്നാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലംസ് ക്രിയേറ്റ്സ് ഹിൻഡ്രൻസ് ടു ദ ഗ്രോത്ത് ഓഫ് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിങ്ങിൽ കുറേയധികം തടസ്സങ്ങളുണ്ടാകുന്നു. അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ ഇന്നാഡിക്വേറ്റ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രോബ്ലം ഒക്കെ കാരണം. അടുത്ത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിൻ്റെ തുടരെയായിട്ടുള്ള ക്വസ്റ്റ്യൻസിലെല്ലാം മോഡലിൻ്റെ ക്വസ്റ്റ്യനിലും ഒക്കെ കാണുന്നൊരു ക്വസ്റ്റ്യനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇപ്പം നമ്മുടെ മാർച്ചിലെ എക്സാമിന് 8 മാർക്കിന് ചോദിച്ചത് പോവർട്ടിയും LPGയും മെയിൻ മീഡിയനും ആണെങ്കിലും കുറേയധികം റീസെൻ്റായിട്ട് അപ്ലോഡ് ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് കണ്ടത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റും അതിൻ്റെ സ്ട്രാറ്റജീസുമാണ്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് സുസ്ഥിര വികസനം എന്നാണ് അറിയപ്പെടുന്നത്. പ്രസൻറ്റ് ജനറേഷൻ്റെ നീഡ് നമ്മൾ മീറ്റപ്പ് ചെയ്യേണ്ടത് ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡിനെ അവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുത്താത്ത രീതി വേണം നമ്മൾ ഇപ്പോഴത്തെ ആൾക്കാർ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എന്നാണ് ആ ഒരു സെൻറ്റൻസ് പറയുന്നത്. ആൻഡ് അതിൻ്റെ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പം യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി, വിൻഡ് പവർ, വിൻഡ് പവർ, അതുപോലെ സോളാർ പവർ
ത്രൂ ഫോട്ടോവോൾട്ടിക് സെൽസ്, അതുപോലെ യൂസ് ഓഫ് LPG ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയാസ്, യൂസ് ഓഫ് CNG ഇൻ അർബൻ ഏരിയാസ്. നെക്സ്റ്റ് പറയുമ്പോൾ മിനി ഹൈഡൽ പ്ലാന്റ്സ്, ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ്, ബയോ കമ്പോസ്റ്റിംഗ്, ബയോ പെസ്റ്റിംഗ്. പിന്നെ അവസാനം കൺക്ലൂഷനോടായ 8 മാർക്കിൻ്റെ 8 മാർക്ക് നമ്മുടെ കയ്യിൽ വീഴും. ഇത്ര എഴുതിയാലേ 8 മാർക്ക് വീഴും. ഓക്കെ, എത്തനോളം ബയോഡീസൽ എന്താണെന്ന് നോക്കുക. അടുത്ത നമ്മൾ ജസ്റ്റ് സ്റ്റാറ്റിക്സിലേക്ക് വന്നു. എക്കണോമിക്സ് തീർന്നെന്ന് വെച്ചാൽ തീർന്നില്ല, വരും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് കുറേ ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുന്നത്? കുറച്ച് നമ്പേഴ്സ് തന്നാൽ, ഇപ്പോൾ 25, 20, 75, 40 ഇത്രയും നമ്പേഴ്സ് തന്നു. റേഞ്ച് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലാർജസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ. ഇവിടെ ലാർജസ്റ്റ് നമ്പർ 75 ആണ്, സ്മോളസ്റ്റ് 20 ആണ്. സോ 75 മൈനസ് 20 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 55. സോ 55 ആണ് ഇവിടുത്തെ റേഞ്ച്. ഓക്കെ, അടുത്ത ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ഡാഷ് ഇസ് എ ഫ്രീക്വൻസി ഡയഗ്രാം. അതൊരു ഹിസ്റ്റോഗ്രാം ആണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി വിച്ച് ഡിവൈഡ്സ് എ സീരീസ് ഇൻടു 2 ഈക്വൽ പാർട്സ്. അത് മീഡിയൻ ആണ്. കുറേ സീരീസ് തന്നിട്ട് അതിനെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് കറക്റ്റ് സെൻറ്ററിൽ വരുന്നതാണ് മീഡിയൻ. ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ഒബ്സർവ്ഡ് വാല്യൂ ഇൻ എ സീരീസ് ആണ് മോഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15, 16, 17, 12, 15, 13 വരുവാണെങ്കിൽ ഇതിലെ മോഡ് എന്ന് പറയുന്നത് 15 ആണ്. കാരണം മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ഒബ്സർവ്ഡ് ആയിട്ട് വന്നത് 15 ആണ്. ഓക്കെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഈസ് ഓൾസോ നോൺ ആസ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയപ്പെടും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ടോട്ടാലിറ്റി ഓഫ് ഐറ്റംസ് ആൻഡ് സ്റ്റഡിയാണ്. ദാദാബായ് നവറോജിയുടെയാണ് ജയിൽ കോസ്റ്റ് ലിവിങ്. പിന്നെ ഇവിടെയും ആ ക്വസ്റ്റ്യൻ വരുന്നു 4 കോസസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ. കുറേ കാര്യങ്ങളുണ്ട്. inequality in distribution of wealth, rapid growth, over dependence on agriculture, inefficiency in the implementation, backwardness, stagnation, social exclusion, unequal distribution, social factors, stagnation കാര്യങ്ങളൊക്കെയാണ്. അടുത്ത ആസ്പെക്ട്സ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്. ഇത് മാർച്ച് 2023 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്ന് ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേണും ഷിഫ്റ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു അതർ ആക്ടിവിറ്റീസും ആണ് 2 ആസ്പെക്ട്സ്. ഒന്ന് ക്രോപ്പിംഗ് പാറ്റേൺ ചേഞ്ച് ചെയ്യുക, രണ്ടാമത്തത് വർക്ക് ഫോഴ്സ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്ന് വർക്ക് ഫോഴ്സ് പോൾട്രി ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക്, കന്നുകാലി വളർത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്ന ഒരു രീതിയാണ് കണ്ടത്. അടുത്തത് പൈലറ്റ് സർവേയുടെ മെറിറ്റ് എന്തൊക്കെയാണ്? എന്താണ് പൈലറ്റ് സർവേ? അതും നോക്കി വെച്ചിരിക്കുക. സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻ 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടിരിക്കും. ഓക്കെ, അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും തരും. ഒരു ഐറ്റത്തിൻ്റെ കോളം തരും, ബേസ് പീരീഡ് പ്രൈസ് തരും, കറണ്ട് പീരീഡ് പ്രൈസ് തരും, കറണ്ട് ഇയർ പ്രൈസ് തരും. സോ ബേസ് ഇയർ പ്രൈസ് ആണ് P0, കറണ്ട് ഇയർ എന്ന് പറയുന്നത് P1 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ P1 ബൈ സിഗ്മ P0 ആണ് ഇൻറ്റു 100. സോ സിഗ്മ P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അത് 22 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ബേസ് ഇയർ പ്രൈസ് ആഡ് ചെയ്യുമ്പോൾ 16. സോ 22 ബൈ 16 ഇൻറ്റു 100 എത്ര കിട്ടുന്നോ അതാണ് സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്തത് ലിസ്റ്റ് സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് എ പ്രോജക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പ്രോജക്റ്റ് മേക്ക് ചെയ്യുന്ന സ്റ്റെപ്സ്: സോ ഐഡൻറ്റിഫൈങ് എ പ്രോബ്ലം, ചോയ്സ് ഓഫ് ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡേറ്റ, ഓർഗനൈസേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ, അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കൺക്ലൂഷൻ, ബിബ്ലിയോഗ്രഫി, ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുമ്പോൾ റൈറ്റ് ദ സ്യൂട്ടബിൾ എക്കണോമിക് ടേം ഫോർ ദ ഫോളോയിങ്. ഇത് മാർച്ച് 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ബൈ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ഇൻറ്റു 100. ഇതിന് പറയുന്നത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ്. വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എൻ്റർപ്രൈസ് ടു ഓൺ ദിയർ ലൈവ്ലിഹുഡ്, അത് സെൽഫ് എംപ്ലോയിഡ് ആണ്. പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയിഡ് ആൻഡ് റെഗുലർ സാലറീഡ് എംപ്ലോയിഡ് ടു കാഷ്വൽ വേജ് വർക്ക്, അത് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. അതായത് സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിന്നും റെഗുലർ സാലറീഡ് എംപ്ലോയ്മെൻറ്റിൽ നിന്നും കാഷ്വൽ വേജ് വർക്കിലേക്ക് മാറുന്നത് കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, ഇറ്റ് അസിമുലേറ്റ്സ് വേസ്റ്റ്, ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ജെനറ്റിക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇറ്റ് പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്. സോ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് എൻവയോൺമെൻറ്റ്. അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 1000% ഷുവറിറ്റി ഞാൻ പറയുന്നു, അതിന് അഷ്വർ ചെയ്യുന്നു. അടുത്ത സ്റ്റാറ്റിക്കൽ ടൂളിൻ്റെ
യൂസേജ് എന്തൊക്കെയാണ്, സ്റ്റാറ്റിക്കൽ ടൂൾസിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, ഈ 2 ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തയാണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ കണ്ടിന്യൂസ് വേരിയബിളും ഡിസ്ക്രീറ്റ് വേരിയബിളും. കണ്ടിന്യൂസ് വേരിയബിൾ ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. ഹൈറ്റ്, വെയിറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം 150.2 എന്നൊക്കെ പറയാം അല്ലേ, സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയാം ഹൈറ്റ് അല്ലെ. വെയിറ്റ് എന്ന് പറയുമ്പോൾ 49.50 കിലോ എന്നൊക്കെ പറയാം. അത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. എന്നാൽ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് നമുക്ക് പറയാൻ പറ്റും 22 കുട്ടികളുണ്ടെന്ന്. ഇല്ല, അതിപ്പോൾ 22 അല്ലെ 23 അങ്ങനെ പറയാൻ പറ്റും അല്ലേ, അല്ലെ 56. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ നമ്പറേ പറയാൻ പറ്റും. അതാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ. മറ്റേത് ക്യാൻ ടേക്ക് ഓൺലി സർട്ടൈൻ വാല്യൂസ്. അടുത്തതാണ് പൈ ചാർട്ട് വരയ്ക്കാൻ, കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിക്കും. സോ പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ കുറേ ഐറ്റംസ് തരും. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ തരും. അത് പെർസെൻറ്റേജ് വാല്യൂ തരുവാണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 3.6 കൊണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾസ് കിട്ടും. അത് നിങ്ങൾ കൊണ്ടുപോകാൻ മറക്കല്ലേ. കോമ്പസും പ്രൊട്ടാക്ടറും പെൻസിൽ സ്കെയില് തുടങ്ങിയവ കൊണ്ടുപോകാൻ മറക്കരുത്. എന്നിട്ട് കറക്റ്റായിട്ട് അത് മാർക്ക് ചെയ്യുക. ഓക്കെ, എത്ര ആംഗിളാണോ അത്രയും ഡിഗ്രിയിൽ മാർക്ക് ചെയ്യുക. അടുത്ത അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലയെന്ന് ഞാൻ പറയുന്നു. കാരണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. ഓക്കെ, 1 വേർഡിലും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഴുതാനും 5 മാർക്കിന് വരെ മാക്സിമം പോകുന്നുണ്ട്. 8 മാർക്കിന് എസ്സേയിൽ കയറിയിട്ടില്ല, 5 മാർക്കിൽ വന്നിട്ടുണ്ട്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്താണ്? അതിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്. അസംബ്ലിംഗ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ്, ഗ്രേഡിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് ആണ്. ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്ത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തുള്ള മെഷേഴ്സ് ഏതൊക്കെയാണ്? അത് 4 എണ്ണമാണുള്ളത്. നമുക്ക് ഷോർട്ട് കട്ടിൽ CREADI-COA എന്ന് പറയാം. കാരണം അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് CRE ഫോർ ക്രിയേഷൻ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്, D ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആൻഡ് CO കോർപ്പറേറ്റ് മാർക്കറ്റിംഗ് മെയ്ഡ് പോസിബിൾ, A ഫോർ അഷുറൻസ് ഓഫ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അതാണ് CREADI-COA എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട്. അടുത്ത കമ്മ്യൂൺ സിസ്റ്റം എന്താണ്? കളക്റ്റീവ് കൾട്ടിവൈസേഷൻ ഓഫ് ലാൻഡ് ആണ്. ഹൈ ഫെർട്ടിലിറ്റി റേറ്റ് പാകിസ്ഥാനിലാണുള്ളത്. ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസും പ്രൊഫഷണൽസും വർക്ക് കൺട്രി സൈഡിലേക്ക് അവരെ അയച്ചതാണ്. ഇതിനു വേണ്ടി വർക്കിന് ലേൺ ചെയ്യാൻ വേണ്ടി. അത് ചൈനയിലാണ് വന്നത്. ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, അത് മാസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ കൺട്രി ആണ്. അടുത്ത സ്കാറ്റർ ഡയഗ്രാം. കോറിലേഷൻ എന്ന ചാപ്റ്ററിലാണ് സ്കാറ്റർ ഡയഗ്രാം കുറേ വരുന്നത്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അതെല്ലാം നോക്കി വെക്കുക. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ, അതിൻ്റെ എസ്സേ. അത് 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, 5 മാർക്കിനെയാണ് കണ്ടിട്ടുള്ളത്. എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻസ് ഇതെല്ലാം പഠിച്ചു വെക്കുക. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്താണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, 2 ഫേസ് ഉണ്ട്. അതുപോലെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് കൺക്ലൂഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് നോൺ ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം മാർച്ച് 2023 ചോദിച്ച ചോദ്യമാണ് നെഗറ്റീവ് നോൺ ലീനിയർ കോറിലേഷൻ. അതായത് നമ്മളിത് വരയ്ക്കുക, അതിനുശേഷം നോൺ ലീനിയർ ആണ്. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കൂട്ടിയിരിക്കും. സെക്കൻഡ് ഇയറിലെ ടോപ്പിക് ഇൻഡിഫറൻസ് കർവ് കൂട്ടിയിരിക്കുന്നതാണ് നെഗറ്റീവ് നോൺ ലീനിയർ കോറിലേഷൻ. ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? കറക്റ്റ് പെർഫെക്റ്റ് ലീനിയർ. അപ്പോൾ ലൈൻ അല്ലാത്തതാണ് നോൺ ലീനിയർ. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ കർവ്. ഓക്കെ, ആണ് നെഗറ്റീവ് നോൺ ലീനിയർ. ഇതിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡോട്ട് ഇട്ട് ഇങ്ങനെ വന്നിട്ട് കർവ് കൂട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ഇതും കറക്റ്റാണ്. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് കൂട്ടി വരച്ചാലും കറക്റ്റാണ്. നോ കോറിലേഷൻ എന്ന് പറയുമ്പം ഈ ഒരു ഇതാണ് ആൻസർ. അടുത്ത ഇഷ്യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അതുപോലെ തന്നെ യൂസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത ടേബിളിൻ്റെ പാർട്സ്, ടേബിൾ നമ്പർ, ടൈറ്റിൽ, കോളം ഹെഡിങ്, ക്യാപ്ഷൻ, അതുപോലെ യൂണിറ്റ്, ദെൻ ബോഡി ഓഫ് ദ ടേബിൾ, റോ ഹെഡിങ്, സ്റ്റെപ്സ്, സോഴ്സ്, ഫുട് നോട്ട്. ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും. സെൻസസ് സർവേ എന്താണ്? എ സർവേ വിച്ച് ഇൻക്ലൂഡ്സ് ഡേറ്റ കളക്ഷൻ ഫ്രം എവറി എലമെൻറ്റ് ഓഫ് ദ പോപ്പുലേഷൻ ആണ് സെൻസസ് സർവേ. അതിന് മെത്തേഡ് ഓഫ് കംപ്ലീറ്റ് ഇനുമറേഷൻ എന്ന് പറയും. സാമ്പിൾ സർവേ എന്ന് പറയുന്നത് എ പോപ്പുലേഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഇൻ സ്റ്റാറ്റിക്. ഓക്കെ, സാമ്പിൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓർ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ്റെ ഒരു ഗ്രൂപ്പ് അല്ലെ സെക്ഷനാണ് സാമ്പിൾ സർവേ എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു ഇക്വേഷനാണ്, അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് എന്താ
ക്ലാസ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് എ ക്ലാസ് ഇൻറ്റു സ്മോളസ്റ്റ് വിഡ്ത്ത് ഓഫ് ക്ലാസ് ഇൻ്റർവെൽ ഡിവൈഡ് ബൈ ആക്ച്വൽ ക്ലാസ് ഇൻ്റർവെൽ എന്നാണ്. അത് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യൻ പറയാം. ആ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസ് തരും, ഫ്രീക്വൻസി തരും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനാണ് തരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 5 to 10 ആണെങ്കിൽ അടുത്തത് 15 to 25 എന്ന രീതി കിടക്കും. സോ 5 to 10 ഇടയ്ക്ക് 5 ആണ് ഇൻ്റർവെൽ, എന്നാൽ 15 to 25 ഇടയ്ക്ക് 10 ആണ് ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ 8 അല്ലെങ്കിൽ 3 തരും. ഈ ഫ്രീക്വൻസിയിൽ മാറ്റമില്ല, പക്ഷേ ഈ ഒരു ക്ലാസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്നതാണ് ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ്. ഇതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 8 ആണല്ലേ. അപ്പോൾ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തരുമ്പം 8 ആണ് ആ ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റിൻ്റെ. സോ 8 ഇൻറ്റു സ്മോളസ്റ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഏതാ? 5 ആണ് സ്മോളസ്റ്റ് വിഡ്ത്ത്. അതേ ഡിവൈഡ് ബൈ ആക്ച്വൽ ക്ലാസ് ഇൻ്റർവെൽ, അതിൻ്റെ 5 തന്നെയാണ്. സോ 8 5 40 ഡിവൈഡ് ബൈ 5 എത്ര? 8 തന്നെയാണ് ആൻസർ. അടുത്തത് അതിൻ്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 3 ആണ്. സോ 3 ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് 3 ഇൻറ്റു സ്മോളസ്റ്റ് വിഡ്ത്ത് 5 ഡിവൈഡ് ബൈ ആക്ച്വൽ ക്ലാസ് ഇൻ്റർവെൽ 10. സോ 5 3s are 15 ഡിവൈഡ് ബൈ 10 എത്രയാണോ വരുന്നത് അതാണ് ആ ഒരു ഫ്രീക്വൻസി എന്നും പറഞ്ഞ് തരുന്നത്. ഓക്കെ, സോ ഇതാണ് അഡ്ജസ്റ്റഡ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ചെയ്യുന്നത്. സോ ഇക്വേഷൻ നോക്കുക, ആക്ച്വൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് ഇൻറ്റു സ്മോളസ്റ്റ് വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് ഇൻ്റർവെൽ ഡിവൈഡ് ബൈ ആക്ച്വൽ ക്ലാസ് ഇൻ്റർവെൽ. അടുത്ത കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും നമ്മളൊരു ഡിഫറൻഷിയേറ്റ്. ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പേഴ്സ് പൊതുവെ ഏതൊക്കെയാണ്, അതിൻ്റെ യൂസസ്. അതുപോലെ ജെൻഡർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്ത് ക്ലാസിഫിക്കേഷനാണ്? അത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനാണ്, തിരിഞ്ഞു പോലെ ക്വാണ്ടിറ്റേറ്റീവ് അല്ല. എന്താണ് സാമ്പിളിംഗ് എറർ? അതായത് ആക്ച്വൽ വാല്യൂവും അതുപോലെ തന്നെ എന്താണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണ് സാമ്പിളിംഗ് എറർ. ആ സാമ്പിളിംഗ് എറർ ഒഴിവാക്കണമെങ്കിൽ കുറച്ചുകൂടെ വലിയ ലാർജർ സാമ്പിൾ എടുക്കണം. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്തൊക്കെയാണ്? അതിന് എക്സാമ്പിൾ സാമ്പിളിംഗ് ബയസ്, നോൺ റെസ്പോൺസ് എറേഴ്സ്, ഇറേഴ്സ് ഇൻ ഡേറ്റ അക്യൂസിഷൻ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് 2 സെൻസിലുണ്ട്, സിംഗുലറിലും ഉണ്ട് പ്ലൂറലിലും ഉണ്ട്. സിംഗുലറിൽ ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് കളക്ടിങ്, ക്ലാസിഫൈങ് and using statistics or statistical tool or the subject itself. Plural statistics means the numerical facts that are systematically collected എന്നാണ്. അപ്പോൾ ഇത് നോക്കി വെക്കുക, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേറ്റ്. സോ സിംഗുലർ പ്ലൂറൽ സെൻസ് തമ്മിൽ തിരിഞ്ഞ പോലെ സിംഗുലർ സെൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ഓഫ് കളക്ടിങ്, ക്ലാസിഫൈങ് ആൻഡ് യൂസിങ് സ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക്കൽ ടൂൾസ് ഓർ ദ സബ്ജക്ട് ഇറ്റ് സെൽഫ്. പ്ലൂറൽ സെൻസിൽ ഇറ്റ് ഈസ് എ സയൻസ്, ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ ഫാക്ട്സ് ദാറ്റ് ആർ സിസ്റ്റമാറ്റിക്കലി കളക്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യനെ പ്രിപ്പയർ ചെയ്യുമ്പം കീപ്പ് ഇൻ മൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നതും. നെക്സ്റ്റ് വരുമ്പം സോ തിങ്സ് ടു കീപ്പ് ഇൻ മൈൻഡ് വൈൽ പ്രിപ്പയറിങ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി വെരി ലോങ്. ഒരുപാട് വലുതാവല്ലേ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഒരുപാട് വലുതായി ഇങ്ങനെ വായിച്ച് അവസാനം പിന്നെ കുറച്ചൊന്നും വായിക്കത്തുമില്ല, ചോദിച്ചതിനല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉത്തരം എഴുതി വെക്കും. അങ്ങനെ ക്വസ്റ്റ്യൻസ് ലോങ് ആവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ആംബിഗസ്. മുൻവിധികൾ പാടില്ല, ക്ലിയർ ആയിരിക്കണം. ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് മൂവ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒരു ജനറൽ രീതിയിൽ നിന്നും പിന്നെ സ്പെസിഫിക്കിലേക്ക് മൂവ് ചെയ്യുക. ദ ക്വസ്റ്റ്യൻ ഷുഡ് നോട്ട് ബി എ ലീഡിങ് വൺ. ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ലെങ്തി ആവല്ലേ എന്ന് തന്നെയാണ് മീൻ ചെയ്യുന്നത്. മസ്റ്റ് നോട്ട് ഇൻക്ലൂഡ് മച്ച് അർത്ഥമെറ്റിക് കാൽക്കുലേഷൻ. ഇപ്പോൾ നമ്മളോട് പെട്ടെന്ന് ചോദിക്കുകയാണ് 627 × 362 പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയും. അപ്പോൾ ഒരുപാട്, അപ്പോൾ അത്രയും വലുതല്ല, എന്നാലും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അർത്ഥമെറ്റിക് കാൽക്കുലേഷൻ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു എവരി വൺ. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയായിരിക്കും. ഓക്കെ, പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡേറ്റ കളക്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിക്കും. അത് പ്രൈമറി ഇൻ്റർവ്യൂ ഉണ്ട്, അല്ല പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതുപോലെ ടെലിഫോൺ ഇൻ്റർവ്യൂ ഉണ്ട്, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ഉണ്ട്. ഇതിൻ്റെ എല്ലാം മെറിറ്റ്സും ഡീമെറിറ്റ്സും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് കുറച്ച് വൺ വേർഡാണ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ സെൻസസ് മെത്തേഡാണ് എടുക്കുന്നത്. When two related variables are moving in the same direction, correlation between the variable is known as same directional move ചെയ്യുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. നമുക്ക് നെഗറ്റീവ് എന്തുകൊണ്ട് ആയിക്കൂടാ എന്നൊരു ചോദ്യം വരും, പക്ഷേ അല്ല. നിങ്ങൾ ആ ടെക്സ്റ്റിലെ സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ് പോസിറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ പോയിന്റ് എല്ലാം സ്കാറ്റേർഡായി കിടക്കുന്നതുകൊണ്ട് സെയിം ആണെന്ന് തോന്നും, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് നെഗറ്റീവ് കോറിലേഷൻ. ഇൻഡെക്സ് നമ്പർ ഫോർ ദ ബേസ് പീരീഡ് ഈസ് ഓൾവേസ് ടേക്കൺ ആസ് 100 ആണ്. അതുപോലെ ലിസ്റ്റ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യ അപ്രോച്ച് ടു മാനേജ് ദ ഇക്കണോമിക് ക്രൈസിസ് ബിഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് NEP in 1991. അത് IBRDയും വേൾഡ് ബാങ്കും IMFും ആണ്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Identify the type of classification, number of COVID patients in different states of India. അത് സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്, കാരണം ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ഫ്രം 1951 to 2011, അതൊരു പർട്ടിക്കുലർ ഇയർ ടൈമാണ്. സോ ഇയർ പീരീഡ് ആണ്, അത് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ലിസ്റ്റിന് 2 ഫീച്ചേഴ്സ് ഓഫ് എ ക്വസ്റ്റിനെയർ യൂസ്ഡ് ഫോർ ഡേറ്റ കളക്ഷൻ ആണ്. ഡേറ്റ ക്വസ്റ്റ്യൻ അതിപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ questionnaire features. Write the economic term for the given statement. Index number that measures the average change in retail price. Retail price വരുന്ന ചേഞ്ച് മെഷർ ചെയ്യുന്നത് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് അറിയപ്പെടും. ഇൻഡെക്സ് നമ്പർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ചേഞ്ച് ഇൻ ജനറൽ പ്രൈസ് ലെവൽ, അതുപോലെ തന്നെ ഇൻഫ്ലേഷനും WPI ആണ്. ഓക്കെ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. Write any 2 sources of data on unemployment, NSSO and CSO ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും കിടക്കുന്നത്. പക്ഷേ അക്കോർഡിംഗ് ടു ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം ഈ രണ്ട് ഫുൾ ഫോമിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഓക്കെ, state the term of the following. Person who buys and uses goods to satisfy wants, consumer. A person who sells goods to make profit, seller. A person who employs somebody by giving them wage, employer. Analyze the industrial sector reforms and tax reforms implemented as a part of ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോമും ടാക്സ് റിഫോംസും എന്തൊക്കെയാണെന്ന്. ഇപ്പോൾ ഡീ ലൈസൻസിംഗ് ഉണ്ട്, ഡീ റിസർവേഷൻ ഉണ്ട്, MRTP ആക്ടും കോമ്പറ്റീഷൻ ആക്ടാൽ റീപ്ലേസ് ചെയ്യപ്പെട്ടു, ഫെറ ബൈ ഫെമ. ടാക്സ് റിഫോം എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്തു, കോർപ്പറേഷൻ ടാക്സ് റെഡ്യൂസ് ചെയ്തു, എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റം ഡ്യൂട്ടിയും റെഡ്യൂസ് ചെയ്തു, ടാക്സ് നോംസും പ്രൊസീജിയേഴ്സും സിംപ്ലിഫൈ ചെയ്തു, കാര്യങ്ങളൊക്കെയാണ്. ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓപ്ഷൻ വന്നിട്ട് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്, വെയിറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ സ്റ്റുഡൻറ്റ് ടു സ്കൂൾ. സോ ഡിസ്ക്രീറ്റ് വേരിയബിൾസ് ആണ്, അത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആണ്. കാരണം എനി വാല്യൂ ചേഞ്ച് ചെയ്യാനൊരു കണ്ടിന്യൂസ് ആയിട്ട് വരണം. ഇവിടെ ഹൈറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ആയാലും വെയിറ്റ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇവിടെ എല്ലാം സിംഗിളർ ആണല്ലേ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ സ്റ്റുഡൻറ്റ്, ഒരു കുട്ടി, വെയിറ്റ് ഓഫ് ഒരു കുട്ടി, ഹൈറ്റ് ഓഫ് ഒരു കുട്ടി, ആ ഒരു കുട്ടി എന്നൊരു ഇതുണ്ട്. പക്ഷേ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ആണെങ്കിലും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നത് പ്ലൂറൽ ആണ്. ഓക്കെ, കുട്ടികളുടെ. അടുത്ത ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ സെക്ടർ ഇൻഫോർമൽ സെക്ടർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ്. ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, all the public and private sector that hire more than 10 peoples ആണ് ഫോർമൽ സെക്ടർ, മറ്റേത് ലെസ് ദാൻ 10 people ആണ്. ഹയർ സാലറി പ്രൊവൈഡ് ചെയ്യും ഫോർമൽ സെക്ടർ, മറ്റേത് ലോവർ സാലറി ആയിരിക്കും. ജോബ് സെക്യൂരിറ്റി കാണും ഇവിടെ, അവിടെ നോ ജോബ് സെക്യൂരിറ്റി. ലീവും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും ഉണ്ട്, ലീവും കുറവാണ്, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഇല്ല. ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യും, അവിടെ ഓൾഡ് ടെക്നോളജി യൂസ് ചെയ്യത്തുള്ളൂ. ബാങ്കിങ്, എഡ്യൂക്കേഷൻ എക്സെട്ര ആണ്. മറ്റേത് ആനിമൽ ഹസ്ബൻഡറി, ട്രഡീഷണൽ ആർട്ടിസൻസ്, ലാൻഡ്ലെസ് ലേബേഴ്സ് എക്സെട്ര ആണ് എക്സാമ്പിളായിട്ടും ചെയ്തിരിക്കുന്നത്. ലിമിറ്റേഷൻ ഓഫ് സ്റ്റാറ്റിക്സ് ഗ്രൂപ്പ് അല്ലെ അഗ്രിഗേറ്റിലാണ് ഡീൽ ചെയ്യുന്നത്. ഹെട്രോജീനിയസ് ഡേറ്റയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സഫിഷ്യൻറ്റ് കേസ് എക്സസൈസ്ഡ് വൈൽ കളക്ടിങ്. ഓക്കെ, ഈ സ്റ്റാറ്റിക്സ് ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കണം, അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്റ്റാറ്റിക്സ് ക്വാളിറ്റേറ്റീവ് ഫിനോമിനലിൽ അനലൈസ് ചെയ്യില്ല, ക്വാണ്ടിറ്റേറ്റീവിനെ മാത്രമേ അനലൈസ് ചെയ്യൂ. അതുപോലെ തന്നെ ആവറേജിൻ്റെ കാര്യത്തിലാണ് ട്രൂ, അല്ലാതെ കറക്റ്റായിട്ട് അത് സ്റ്റാറ്റിക്സ് ടോട്ടലി സത്യമാണ് എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത്രയാണ് അതിലെ കാര്യങ്ങൾ. നെക്സ്റ്റ് പറയുമ്പം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എല്ലാം പറഞ്ഞു. പൈലറ്റ് സർവേ, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, പൈ ചാർട്ട്, ഗ്രീൻ റവല്യൂഷൻ, കോറിലേഷൻ, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ്, സെൻസർ, സാമ്പിളിംഗ് എറർ, നോൺ സാമ്പിളിംഗ്, ഓക്കെ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് കാർ കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ 1955 ആണ്. ഓക്കെ, 1955.
മോഡ് എന്നത് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ത് യൂസ് ചെയ്താണ്? ഹിസ്റ്റോഗ്രാമാണ്. ഓക്കെ, മോഡ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അത് ഹിസ്റ്റോഗ്രാമാണ്. എന്നാൽ മീഡിയൻ എന്ന് പറയുന്നത് ഒജീവ് ആണ്. ഓക്കെ, മീഡിയൻ ഒജീവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും. അത് ഇൻക്ലൂസീവ് മെത്തേഡ് എക്സ്ക്ലൂസീവ് മെത്തേഡും തമ്മിൽ തെറ്റിപ്പോകല്ലേ. എനിക്കുൾപ്പെടെ തെറ്റുന്ന സംഭവമാണ്, ഞാൻ തെറ്റിച്ചിട്ടുള്ളതാണ്. ഫ്രീക്വൻസി കുറേ നമുക്ക് നമ്പേഴ്സ് തന്നിട്ട് അതിനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഏത് മെത്തേഡാണെന്ന് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ക്വസ്റ്റ്യനെ പറയും. എക്സ്ക്ലൂസീവ് മെത്തേഡ് അല്ലെ ഇൻക്ലൂസീവ് മെത്തേഡ്. സോ ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്നതാണ് ഇൻക്ലൂസീവ് മെത്തേഡ്. അതായത് ഇപ്പോൾ 1 തൊട്ട് 7, അടുത്ത 8 തൊട്ട് 15 എന്നാണ്. അതായത് 7 എന്നുള്ളത് ആ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെട്ടു. അടുത്ത 8 എന്ന് പറയുന്നത് ആ ഒരു ക്ലാസ്സിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും, 1 to 7, അടുത്തത് 7 to 14. ഓക്കെ, മനസ്സിലായോ? അങ്ങനെ ഇരിക്കും. 14 to എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിരിക്കും. ഇതാണ് എക്സ്ക്ലൂസീവ്. മറ്റേത് ഇൻക്ലൂസീവ്. അത് കഴിഞ്ഞ് ടാലിയും വരയ്ക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ഈ ഒരു ടാലി കോളം നിങ്ങൾ മറക്കരുത്. ഓക്കെ, പിന്നെ വരുമ്പോൾ വേറൊരു ഡൗട്ട് വരുന്നത് എക്സ്ക്ലൂസീവ് മെത്തേഡിൽ വരുന്ന ഡൗട്ടാണ് നോർമലി. അതായത് ഇപ്പോൾ 1 to 7 വന്നു, അത് കഴിഞ്ഞ് 7 to 14 വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്പേഴ്സ് തന്നിരിക്കുന്നത് 7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 7 അതിനകത്ത് എഴുതുമെന്നത്, അതായത് ഇവിടെയും 7 ഉണ്ട്, ഇവിടെയും 7 ഉണ്ടല്ലോ. അപ്പോൾ 7 അതിനകത്ത് എഴുതും. അപ്പോൾ 7 എഴുതേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ഇവിടാണ് എഴുതേണ്ടത്. ഓക്കെ, ലോവസ്റ്റ് ക്ലാസ് ലിമിറ്റ് വരുന്നത്, അതായത് ലോവസ്റ്റ് വരുന്നതാണ്, അവിടെയാണ് നമ്മൾ ആ 7 എന്ന നമ്പർ കൗണ്ട് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അതൊരു ഡൗട്ടുള്ളത് ക്ലാരിഫൈ ചെയ്തു. അടുത്ത ഓക്കെ, 1920 ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്നത് മറക്കല്ലേ. ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ആണ് 1921. 1921 മുമ്പുള്ളത് ഫസ്റ്റ് ഫേസ് ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ആണ്. അടുത്ത HDIയുടെ കമ്പാരിസൺ, 3 രാജ്യങ്ങളുടെ HDI കമ്പാരിസൺ, ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ. അപ്പം ഇതിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പം റീസെൻ്റായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ കേട്ടോ, ഈ പറഞ്ഞതെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിഫ്ലെക്ട്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിളിനെ. കാരണം ഒരു രാജ്യത്തെ ആൾക്കാരുടെ ജീവിതത്തിൻ്റെ അല്ലെ ജീവിത രീതിയുടെ ക്വാളിറ്റി അളക്കുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അത് UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഡെവലപ്പ് ചെയ്തത് ഈ ഒരു ഇൻഡെക്സ്. നമുക്ക് 3 രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ താഴെ പറയുന്ന ഇൻഫറൻസസ് ആണ് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, ചൈനയാണ് HDIയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ടോപ്പ് റാങ്ക്, ഫസ്റ്റ് റാങ്കിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെക്കാളും പാകിസ്ഥാനേക്കാളും ഇൻകം, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി, ന്യൂട്രീഷൻ ലെവൽ തുടങ്ങിയവയിൽ ചൈന മുൻപന്തിയിലാണ്. അതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെ പിന്തള്ളിക്കൊണ്ട് ഫസ്റ്റായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാൻ. ആസ് കമ്പയർഡ് ടു പാകിസ്ഥാനാണ്, ചൈനയല്ല. ആസ് കമ്പയർഡ് ടു പാകിസ്ഥാൻ ഇന്ത്യയാണ് മുൻപിൽ നിൽക്കുന്നത്. എന്തിൽ? ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിൽ ഇന്ത്യയാണ് മുൻപിൽ നിൽക്കുന്നത്. ഫെസിലിറ്റീസ് ലൈക്ക് എഡ്യൂക്കേഷൻ, സാനിറ്റേഷൻ, ആക്സസ് ടു വാട്ടർ എക്സെട്ര, അതെല്ലാം ചൈനയാണ്. ഇറ്റ് ഈസ് മോർ വേ എഹെഡ് ദാൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അത് ഹൈ ആണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും. ശിശു മരണ നിരക്കും അതുപോലെ നെക്സ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാര്യങ്ങളൊക്കെ. ഓൾ ദ 3 countries ഹാവ് ഹൈ റേറ്റ് ഓഫ് സസ്റ്റൈനബിൾ ആക്സസ് ടു ഇംപ്രൂവ്ഡ് വാട്ടർ സോഴ്സ്. ഓക്കെ, പിന്നെ അവസാനം ഒരു കൺക്ലൂഷൻ കൂടി എഴുതാണ്, 3 രാജ്യങ്ങൾക്കും ഒരുപോലെ വാട്ടർ റിസോഴ്സസിന് ആക്സസ് ഉണ്ട്. അടുത്ത സെക്കൻഡറി ഡേറ്റയ്ക്കുള്ള സോഴ്സസ് മാഗസിൻസ്, വെബ്സൈറ്റ്സ്, ന്യൂസ് പേപ്പേഴ്സ്, പബ്ലിഷ്ഡ് ഗവൺമെൻറ് റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. ഇനി ഒജീവ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും പോർഷൻ തരും, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും പോർഷൻ തരും. ഞാൻ ഈ എറൈസ് ചെയ്യുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി പോർഷൻ. ഓക്കെ, ഇത്രയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്നത്, ഇത്രയും പോർഷൻ. അത് കഴിഞ്ഞ് ഈ ബാക്കിയുള്ള പോർഷൻ നമ്മളാണ് വരച്ചെടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ നെക്സ്റ്റ് പറയുമ്പോൾ ഇപ്പോൾ ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അത് കഴിഞ്ഞ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യണം. അതുപോലെ തന്നെ മോർ ദാൻ മാർക്സ്, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ മാർക്സ്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്.
സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇതിൽ ഇപ്പം നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ക്ലാസ് ഉണ്ട് 30 to 40, 40 to 50, 50 to 60. ഓക്കെ, താഴോട്ടുണ്ട്. ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്, അതായത് ക്ലാസ്സിൻ്റെ. ഇനി നമ്മൾ ആദ്യം എഴുതുന്നത് മോർ ദാൻ മാർക്സ് ആണെന്ന് വിചാരിച്ചു. അതായത് ഈ കോളം മോർ ദാൻ മാർക്സ്, ഏത് കോളം വേണമെങ്കിലും നമുക്ക് എഴുതാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇന്ന് മോർ ദാൻ മാർക്സ് എഴുതുകയാണ്. മോർ ദാൻ മാർക്സ്. മോർ ദാൻ മാർക്സ് എന്ന് പറഞ്ഞാൽ മോർ എന്ന് കേൾക്കുമ്പം നമ്മൾ വിചാരിക്കും മോർ വലുതാണ്. ഇത് എഴുതി വെക്കല്ല, ഇതല്ല. പകരം എഴുതേണ്ടത് ലെസ് ആയിട്ടുള്ള ക്ലാസ് ലിമിറ്റാണ്. ഓക്കെ, ലോവർ ക്ലാസ് ലിമിറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ലോവർ ക്ലാസ് ലിമിറ്റാണ് നമ്മൾ മോർ ദാൻ മാർക്സ് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. സോ എന്താണ് മോർ ദാൻ മാർക്സ് എന്ന് പറയുന്നത്? ലോവർ ക്ലാസ് ലിമിറ്റാണ്. അപ്പോൾ ലെസ് ദാൻ മാർക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പർ ക്ലാസ് ലിമിറ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് കറക്റ്റായിട്ട് എന്താണ് തെറ്റിക്കാതെ നമ്മൾ എഴുതേണ്ട കാര്യം. ഇപ്പോൾ മോർ ദാൻ മാർക്സ് എഴുതി കഴിഞ്ഞു. മോർ ദാൻ മാർക്സ് എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ലെസ് ദാൻ മാർക്സ് എഴുതാം. ലെസ് ദാൻ മാർക്സ് എന്ന് പറയുമ്പം അവിടെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റാണ് എഴുതേണ്ടത്. ഇവിടെ അപ്പർ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് 40, 50, 60 ഇപ്പുറത്തെ ഇതാണ്. അപ്പോൾ ആ ഒരു ഇത് ലെസ് ദാൻ മാർക്സ് എന്ന് പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ അവിടെയും ഈ സെയിം നെയിം സജസ്റ്റ് ചെയ്യുന്ന കൂട്ട് തന്നെയാണ്. അതായത് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മോർ ദാൻ എന്ന് പറയുമ്പോൾ വലുത്, കൂടി വരിക എന്ന രീതിയാണല്ലോ. സോ താഴെ നിന്ന് മുകളിലോട്ട് ആഡ് ചെയ്ത് എഴുതുക എന്ന രീതിയാണ്. സോ 3 + 7 10, then 10 + 15 25, 25 + 20 45, 45 + 10 55, 50 + 5 60. സോ ഇങ്ങനെയാണ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യുന്നത്. അതായത് മോർ ദാൻ കൂടി വരികയാണ് താഴെ നിന്ന് മുകളിലോട്ട് മോർ ദാൻ. ഈ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ കുറഞ്ഞു വരികയാണ് മുകളിൽ നിന്ന് താഴോട്ട്. സോ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ആണ് എന്നത് ഓർക്കുക. ഓക്കെ, ഇവിടെ ലെസ് ദാൻ ഫ്രീക്വൻസി നോക്കുക, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിക്കുന്നത് നോക്കുക. മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്. സോ ഇവിടെ 5. ഓക്കെ, 5 എഴുതി. ഇനി അടുത്ത 5ഉം 10ഉം 15, 15ഉം 20ഉം 35, 35ഉം 15ഉം 50, 50ഉം 7ഉം 57, 57ഉം 3ഉം 60 കേട്ടോ. അതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോ ഇത്ര എഴുതി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. അതിനുശേഷം കറക്റ്റ് 10, 20 എല്ലാം മാർക്ക് ചെയ്യുന്നു, താഴെ മുകളിൽ മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നമുക്ക് ഏത് വേണമെങ്കിൽ ചെയ്യാം. ആദ്യം ലെസ് ദാനോ അല്ലെങ്കിൽ മോർ ദാനോ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത്. ഇപ്പോൾ ഇവിടെ മോർ ദാൻ മാർക്സിൻ്റെ ചെയ്യുകയാണെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും അടയാളപ്പെടുത്തേണ്ടത്. സോ മോർ ദാൻ മാർക്സ് ചെയ്യുമ്പോൾ ഇവിടെ 30. ഓക്കെ, 30യും ഈ 2 കോളമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ 30 എന്ന് പറയുന്നത് ഇതാണല്ലോ 30. ബേസ് ആണ് മോർ ദാൻ മാർക്സ് അല്ലെങ്കിൽ ലെസ് ദാൻ മാർക്ക് നമ്മൾ ബേസ് ആണ് എടുക്കുന്നത്. സോ 30 എടുക്കുന്നു. 30യിൽ വരുന്നത് 60 ആണ് വന്നിരിക്കുന്നത്. സോ 60യുടെ അവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 40 എന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത് 55ൻ്റെ അവിടെ. 50 എന്നുള്ളത് 45ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ 60, 25 ആയിട്ടും 60, 25 ആയിട്ടും അതുപോലെ 70, 10 ആയിട്ടും അവസാനം 83 ആയിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ലൈൻ ജോയിൻ ചെയ്യുന്നു. അതുപോലെ ഇനി അടുത്ത ലെസ് ദാൻ മാർക്സ് ആണ് ചെയ്യേണ്ടത്. ലെസ് ദാൻ മാർക്സ് എന്ന് പറയുമ്പം ലെസ് ദാൻ അതായത് മോർ ദാൻ ഒജീവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മോർ ദാൻ മാർക്സ് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് ചെയ്യുന്നതാണ് മോർ ദാൻ ഒജീവ്. അതാണ് ഇപ്പോൾ വരച്ചത്. ഇനി അടുത്ത ലെസ് ദാൻ ഒജീവ് നമുക്ക് ചെയ്യാം. ലെസ് ദാൻ ഒജീവ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ മാർക്സും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചാണ് ചെയ്യേണ്ടത്. ലെസ് ദാൻ മാർക്ക് എന്ന് പറയുമ്പോൾ ഇതും അതുപോലെ തന്നെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇതും. സോ 40 ഇവിടെ 14ൻ്റെ ഇത് മാർക്ക് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി വരുന്നത് 5 ആണ്. സോ അത് ഇവിടെ. ഓക്കെ, വേറൊരു കളർ യൂസ് ചെയ്യാം. 5 ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നത് 50യും 15ഉമാണ്. സോ ഇവിടെ 15 വരുന്നു. 60യും 35ഉം 35 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരുന്നു. 60യുടെ നേരെ 35 വരുന്നു. അത് കഴിഞ്ഞ് 50യും 70യും വരുന്നുണ്ട്. അടുത്തത് നെക്സ്റ്റ് 80യും 57ഉമാണ്. സോ 80യും 57ഉം വരുന്നുണ്ട്. അടുത്തത്
90യും 60യും. സോ 90യും 60യും. സോ ഇത് ജോയിൻ ചെയ്യുമ്പം ലെസ് ദാൻ ഒജീവും കിട്ടുന്നു. സോ ഇത് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഈ ഒരു മാർക്ക് ഇവിടുന്ന് താഴോട്ട് വരുന്നതാണ് മീഡിയൻ. സോ ഇതാണ് മീഡിയൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഒജീവ്. നിങ്ങൾ നല്ലോണം വരച്ച് പഠിക്കുക. അടുത്ത ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻക്ലൂസീവ് മെത്തേഡാണ്. അതിനെ എക്സ്ക്ലൂസീവ് ആക്കുക. ഇൻക്ലൂസീവിനെ എക്സ്ക്ലൂസീവ് ആക്കാനുള്ളത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ 0 to 9, 10 to 19 എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കുക എന്നതാണ്. അതായത് എന്താണ്, അപ്പർ ക്ലാസ് ലിമിറ്റും ലോവർ ക്ലാസ് ലിമിറ്റും സെയിം ആക്കി മാറ്റുക എന്ന രീതി. അതുപോലെ ആക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ലിമിറ്റ് അതായത് 10 മൈനസ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ക്ലാസ് ലിമിറ്റ് 9 ഡിവൈഡ് ബൈ 2. 10 മൈനസ് 9 1 ആണ്. 1/2 എന്ന് പറയുന്നത് 0.5 ആണ്. ഈ 0.5 ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്നും ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ക്ലാസ് ലിമിറ്റിൽ നിന്ന് കുറയ്ക്കുകയും അപ്പർ ക്ലാസ് ലിമിറ്റിനോടൊപ്പം കൂട്ടുകയും ചെയ്യുക. അപ്പോൾ 0യിൽ നിന്ന് കുറയ്ക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. സോ നമ്മളത് 0 എന്ന് തന്നെ എഴുതുകയാണ്. ഓക്കെ, സോ അതുമ്പോൾ 0 to 9.5, അടുത്ത 9.5 to 19.5 എന്നിങ്ങനെ വരും. സോ ഇത്രയാണ് ഫ്രീക്വൻസിയുടെ കാര്യം. ഇടയ്ക്കൊരു കോൾ വന്നു, അമ്മ വിളിച്ചാണ്. അടുത്ത ആർത്തമെറ്റിക് മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇപ്പം തന്നെ ഓൾറെഡി വീഡിയോ ലെങ്തി ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനി പറഞ്ഞ് ദീർപ്പിക്കുന്നില്ല. നെക്സ്റ്റ് വെയ്റ്റഡ് അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ്, ലാസ്റ്റ് പെയറിൻ്റെയും പാർഷ്യയുടെയും മെത്തേഡ് അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ലാസ്റ്റ് പെയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ P1 by P0 ഇൻറ്റു Q0 by Q0 ആണ് ലാസ്റ്റ് പെയറിൻ്റെ. പാർഷ്യയുടെ സിഗ്മ P1 by P0 തന്നെയാണ്. അതിന് ശേഷം Q1 by Q1 ആണ് പാർഷ്യയുടെ. ഓക്കെ, അതേ ഇൻറ്റു 100 രണ്ടിടത്തും ഇൻറ്റു 100 ഉണ്ട്. അത് ബേസ് പീരീഡ് ആണ്. ഓക്കെ, ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് വെയ്റ്റഡ് അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള 2 രീതിയുള്ളത്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു.